ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വടയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രുചിയിലുള്ള വടയാണിത്. നന്നായിട്ട് പഴുത്തുപോയ നേന്ത്രപ്പഴം കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്തുപോയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് തോലൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മാക്സിമം വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരഞ്ഞ് കിട്ടിയില്ലെങ്കിലും 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. പക്ഷെ അത് പാടായിരിക്കും. അതിനേക്കാളും എളുപ്പം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയുടെ അരമുറിയാണ്. 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് പൾസ് ബട്ടൺ അമർത്തിയാലും മതി, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ഇടികല്ലിലിട്ടിട്ട് ചതച്ചെടുക്കാം. പഴം അരച്ച ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഴത്തിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ചേർക്കണം. ഞാനിപ്പോൾ മൈദ മാവാണ് ചേർക്കാൻ പോകുന്നത്. ഏകദേശം 1.5 കപ്പോളം മൈദമാവിൻ്റെ ആവശ്യം വരും. ഇപ്പോൾ മൈദമാവ് ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ചേർത്താലും മതി. ആദ്യമേ 1.5 കപ്പ് മൈദമാവ് ചേർക്കണ്ട. ആദ്യം 1 കപ്പ് മൈദമാവ് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിയും പോവരുത്, കുറഞ്ഞും പോവരുത്. നമ്മൾ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഉള്ള പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മൾ വട ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കൈ നന്നായിട്ട് ഈ വെള്ളത്തിൽ മുക്കിയെടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഓരോ ഉരുളയാക്കി എടുക്കാം. കയ്യിൽ നല്ല പോലെ വെള്ളം ഉണ്ടെങ്കിലേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇതുപോലെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം തള്ളവിരൽ കൊണ്ട് നടുക്കൊരു ഹോൾ ഇടാം. വിരലിൽ നന്നായിട്ട് വെള്ളം മുക്കിയതിന് ശേഷം വേണം ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഇതുപോലെ ഹോൾ ഇടണമെന്നൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ പരത്തി ഇട്ടാലും മതി. ഞാനിപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിടാം. താഴെ ബ്രൗൺ നിറം ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗം റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ വടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.